Hi dears, welcome back to Jufix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MA JEM എന്ന് പറയുന്ന MA ഇൻ ജേർണലിസം ആൻഡ് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സാണ്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്യൂറേഷൻ 2 year ആണ് മിനിമം, മാക്സിമം യൂണിവേഴ്സിറ്റി നൽകുന്ന 4 year ആണ്. മീഡിയം ഇംഗ്ലീഷിലാണ് എക്സാം എഴുതേണ്ടത്, ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ജേർണലിസം ആൻഡ് ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുക, ഓഡിയോ വീഡിയോ വിഷ്വൽ, അതുപോലെ ക്യാമറ, അതുപോലെ തന്നെ അതിൻ്റെ ടെക്നോളജി തുടങ്ങിയ അതിൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇൻഫർമേഷൻ, അതിൽ മീഡിയ എങ്ങനെ ബന്ധപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടെലിവിഷൻ, പ്രിന്റ്, റേഡിയോ, ഓൺലൈൻ ജേർണലിസം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് അറിവുകൾ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം, പ്രൊഡക്ഷൻസ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു കോഴ്സ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലി സാധ്യതകളും ഉണ്ട്. അതുപോലെ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു MA സർട്ടിഫിക്കറ്റ് നേടുവാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ജോലിയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുവാനും ഈ ഒരു കോഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. ഇതൊരു 80 ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സാണ്. ഫസ്റ്റ് ഇയർ 40 ക്രെഡിറ്റ്സും സെക്കൻഡ് ഇയർ 40 ക്രെഡിറ്റ്സും, അങ്ങനെ ടോട്ടൽ 80 ക്രെഡിറ്റ്സ് ആണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PG ഡിപ്ലോമ കിട്ടും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഈ കോഴ്സ് കഴിഞ്ഞവർ സെപ്പറേറ്റ് ആയിട്ട് ഇഗ്നോയിൽ PG JMC നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഒരാൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ എൻട്രി കിട്ടുന്നതാണ്. 40 ക്രെഡിറ്റ്സിൻ്റെ ഈ ഒരു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, MA JEM നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 2 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PG ഡിപ്ലോമ കിട്ടുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ കഴിഞ്ഞൊരു കുട്ടിക്ക് സെക്കൻഡ് ഇയറിലോട്ട് ലാറ്ററൽ എൻട്രി കിട്ടും. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് ഈ ഒരു കോഴ്സിനെ കൊണ്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രിയാണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 13,500 രൂപയാണ്. ഇതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 14,200 രൂപയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വരിക. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 13,500 രൂപ തന്നെയാണ് വരിക. പെർ ഇയർ ആണ്. അപ്പോൾ ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം, അതുപോലെ അസൈൻമെൻറ്റ്, സബ്മിഷനൊക്കെ വരുന്നത് ഇയർ വൈസ് ആയിട്ടായിരിക്കും. ജൂണിലും ഡിസംബറിലും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ 3 മാസം മുന്നോടിയായിട്ട് എക്സാം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. എക്സാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ജുഫിക്സ് അക്കാദമി നൽകുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു അക്കാദമിക് സൈഡ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കോഴ്സുകളുടെ ലിസ്റ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ സ്റ്റാർ ഇട്ടത് കണ്ടിട്ടില്ലേ, ഇതൊക്കെ ഇലക്റ്റീവാണ്. സ്റ്റാർ ഇട്ടതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും 2 ഇത് പ്രാക്ടിക്കലാണ്. ഈ പ്രാക്ടിക്കൽ നിങ്ങൾ 3 പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുള്ള 6 ക്രെഡിറ്റാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 12 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാണുന്നത് തിയറി പേപ്പേഴ്സ് ആണ്. ഈ തിയറി പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. 6 ക്രെഡിറ്റിൻ്റെ ഉണ്ട്, 4 ക്രെഡിറ്റ്സിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റിനെ കുറിച്ച് അറിയാത്തവർ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 40 ക്രെഡിറ്റ്സിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിവിടെ 3 തിയറി പേപ്പേഴ്സുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർ ഇട്ടതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. MJML 222, അതുപോലെ തന്നെ MJML 021 പറഞ്ഞിട്ടുള്ള ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലോ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഈ 13ാമത്തെയും 14ാമത്തെ ഈ കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. തിയറി പേപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന 15ാമത്തേത് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്. ഈ പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസർട്ടേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിസർച്ച് പോർട്ട്ഫോളിയോ ചെയ്യുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 40 ക്രെഡിറ്റ്സ് ആണ്
ഈ ഒരു എന്താണ് കോഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടിയിട്ട് 80 ക്രെഡിറ്റ്സ് ആണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ലഭിക്കാവുന്നത്. പ്രാക്ടിക്കൽ ആൻഡ് പ്രൊജക്ട് മാനുവൽ വിൽ ബി അവൈലബിൾ ഇൻ ഡിജിറ്റൽ ഫോം ഓൺലി ഇൻ ഇഗ്യാൻ ഘോഷ്. ഇഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇഗ്നോയുടെ ഒരു എന്താണ് ഇഗ്നോയുടെ വെബ്സൈറ്റ് ആണ്. അതിനകത്താണ് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും ഒക്കെ മാനുവൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു കോഴ്സിൽ ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണോ ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വടകര റീജിയൻ സെൻറ്ററിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൽ ഇത് അവൈലബിൾ അല്ല. ഇനി കൊച്ചിൻ നോക്കാം. കൊച്ചിൻ്റെ ഇത് അവൈലബിൾ അല്ല. ഇനി ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രത്ത് 2 കോളേജ് മാർ ഇവാനിയസും അതുപോലെ ശ്രീനാരായണ കോളേജിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ട്രിവാൻഡ്രത്ത് ഈ 2 കോളേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പോവേണ്ടി വരും. അതുപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും ഈ ഒരു കോളേജിൽ പോവേണ്ടി വരും. അപ്പം മറ്റുള്ള തിയറി പേപ്പേഴ്സ് എല്ലാം എക്സാം എഴുതുന്നത് നിങ്ങൾ ഈ എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ പ്ലേസിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എലിജിബിലിറ്റി, സ്പെഷ്യലൈസേഷന്, അതുപോലെ തന്നെ ഫീ സ്ട്രക്ചർ, അതിൻ്റെ ഒരു സിലബസ് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങളും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്